ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യം ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ പൊന്നു മക്കളെ. അങ്ങനെ ഞാൻ ഹംദാനി ഹനാനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി. ഹനാൻ 13 ദിവസത്തിലേറെ കഴിഞ്ഞില്ല. കാല് എല്ലിന് പരിക്ക് പറ്റിയ കാരണം കൊണ്ട് ഓനെ സ്കൂളിൽ കൊണ്ടുപോകാം. പിന്നെ ഓനെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഹംദാനെ സ്കൂളിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ പാട് ഞാൻ മോളോട് പറഞ്ഞ് ഡ്രസ്സ് മാറുന്നാൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവളോട് പറഞ്ഞിന് വേഗം കുളിച്ചൊക്കെ റെഡി ആവണം കേട്ടോ. ഓളെ കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്ത് കൂട്ടി. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞാനും മോളും കൂടി റോട്ടുമേലേക്ക് എത്തി. മക്കളെ വണ്ടിക്കും വാഹനത്തിനൊക്കെ കാത്ത് നിൽക്കുക എന്ന് തന്നെ ഉള്ളൂ. അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ അപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് അപ്പോൾ നമ്മൾ അറിയുന്ന ഒരു ഓട്ടോറിക്ഷ നമ്മളെ മോഹനേട്ടൻ അങ്ങനെ ആ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കണം. മകളെ കറണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. എനിക്ക് കറണ്ടിൻ്റെ വണ്ടി കയറിയാൽ നല്ല സുഖമാണ് കേട്ടോ. ഒച്ചയും ബഹളമൊന്നും ഇല്ല. നമുക്ക് നമ്മളെ പുരയിൽ സോഫമേൽ ഇരിക്കുന്ന മാതിരി ഇരുന്ന് അങ്ങനെ പോവാം. അങ്ങനെ ഞാനിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മക്കളെ ഒരു പച്ചക്കറി ഉണ്ടാക്കിക്കിന്, പിന്നെ ഒരു ഉപ്പേരി ഉപ്പേരി മാത്രം ഉണ്ടാക്കി, ഒരു കോഴിമുട്ടിയും പൊരിച്ച്. അപ്പോൾ ഞാൻ വല്യാപ്പനോട് പറഞ്ഞു നിങ്ങൾ ഏതായാലും കൊണ്ടേക്കോളൂ ഒരു പിടി ചോറ്. ഞാൻ ഇനിയിപ്പോൾ മോളി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമല്ലേ. കാരണം ഇനി നിങ്ങൾ നേരം കഴിഞ്ഞിപ്പോൾ ഹോട്ടലിൽ പോയി തിന്നണ്ടല്ലോ. ഹോട്ടലിൽ ഭക്ഷണം നല്ലതൊന്നല്ല. മൂപ്പര് കേട്ടാൻ താല്പര്യമില്ല മക്കളെ. അല്ലെങ്കിലും മൂപ്പര് തന്ന അങ്ങനത്തെ ഒന്നും മൂപ്പര് തിന്നാനും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താക്കിയെന്നറിയോ, പിന്നെ മൂപ്പര് പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി കൊടുത്തിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ അതൊക്കെ പാത്രത്തിൽ വെച്ച് റെഡിയാക്കി കോഴിമുട്ട പൊരിച്ചവും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത്. വെള്ളമൊക്കെ എടുത്ത് വെച്ചിങ്ങനെ ഇനി മൂപ്പര് പോകുമ്പോൾ കൊണ്ടേക്കോളും, മറന്നു പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാലും ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തകളാണ് മക്കൾ. എൻ്റെ മോളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരാഴ്ച മുമ്പ് നിങ്ങൾ പേരക്കുട്ടിയോടെ പോയി. ഞാൻ പേരക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി. അംദാന് ഭയങ്കര ഇഷ്ടമാണ്. അംദാൻ നല്ല രീതിക്ക് വർത്താനം പറയും. അപ്പോൾ അംദാനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കഥയൊക്കെ പറഞ്ഞ് മോളി കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മൂപ്പര് ഇവിടെ ഒരു ഓർഡർ ഇറക്കാൻ വേണ്ടി വന്നതേന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞ് റോഡൊക്കെ ഒന്ന് വീതി കൂടാൻ. ഞാൻ പറഞ്ഞു റോഡ് ഹൈലൈറ്റിലേക്ക് ലുലുവിൻ്റെ അവിടുന്ന് ഹൈലൈറ്റിലേക്ക് റോഡ് വീതി കൂടാനുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പണികൾ കൊണ്ടാണ് ഇങ്ങനെ അവിടെ ഒടിഞ്ഞും പിടിഞ്ഞുമൊക്കെ കിടക്കുന്ന റോഡ്. നമുക്ക് ആ ഒരു 3-3.5 മിനിറ്റ് കൊണ്ട് നമ്മൾ മിംസിലെത്തും മക്കളെ. പക്ഷേ വേറെ വൈക്കാണ് ഇപ്പോൾ പോകണം. അവിടെയൊക്കെ റോഡ് പണി കാരണം കൊണ്ട് അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടിയൊക്കെയാണ് നമ്മൾ പോണത്. ആകെ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ ലുലു മാളിലാണെങ്കിലും പിന്നെ മിംസിലാണെങ്കിലും ഒക്കെ അത്രയും എളുപ്പത്. അങ്ങോട്ട് വളയനാട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് കയറുക എന്നിട്ട് ഇറങ്ങുക, നമ്മൾ അവിടെ എത്തി. അത്രയേ ഉള്ളൂ മക്കളെ. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ മരുന്നിൻ്റെ ഷീട്ട് എടുത്തോന്നൊക്കെ ഞാൻ നോക്കുകയാണ് മക്കളെ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ മോളെടുത്ത് കൊടുത്തിങ്ങനെ നോക്കും. മോൾ കുടിക്കാനുള്ള മരുന്ന് കുടിച്ചോന്ന് ചോദിച്ച് അങ്ങനെ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അങ്ങനെ പോരാണ് പൊന്നാര മക്കളെ. പിന്നെന്ത് പറയാനാണ്, ചിന്തകൾ മനസ്സ് മുഴുവനും ചിന്ത. എൻ്റെ മോൾ ഇരിക്കുന്നത് തന്നെ ഉള്ളൂ. ഒരു എവിടോ ആണ് ചിന്ത. ചായ കൊടുത്ത് ഞാൻ കുടിപ്പിച്ച് ഞാൻ അംദാനി ഹനാനി കൊണ്ടയാക്കി വന്നതിന് ശേഷമാണ് മക്കളെ എൻ്റെ മോൾക്ക് ചായ കൊടുത്തത്. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതിമമാതിരി. ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല മോളെ. കഴിഞ്ഞത് കഴിഞ്ഞ് പോയത് പോയി വന്നത് വന്നൊക്കെ നോക്കിയിട്ട് കാര്യം. ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചും സന്തോഷിച്ചും ജീവിക്കാനുള്ളതാണ്. അപ്പം എൻ്റെ മോൾ എന്നോട് പറയാം, നിങ്ങളെന്ത് വർത്താനാണ് ഉമ്മ പറയുക, എന്ത് സന്തോഷം, എന്ത് ജീവിതം, എനിക്കൊന്നുമില്ല, എനിക്ക് ജീവിതവും ഇല്ല, സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല എന്ന് പറഞ്ഞ്. ഞാൻ അതൊക്കെ വെറുതെ തോന്നണം. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലുലുവിലേക്ക് എട്ടാൻ പോവാം. നമുക്ക് അവിടെ പോയിരിക്കുള്ളൂ. ആ ലുലുവിലേക്ക് ഞാനില്ലേ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കൽ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോന്നാൽ മതി, എനിക്ക് വീട്ടിൽ പോയി കിടക്കുകയാണ് ഇഷ്ടമെന്ന്. ഓൾക്കാണെങ്കിൽ ഏത് നേരം കിടക്കുക, ഇരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ തോണ്ടി ഇങ്ങനെ ഇരിക്കുക. വേറെ ഒരു ചിന്താഗതി ഓൾക്കില്ല, ഒന്നുമില്ല. ഓളെ സമയമാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നിസ്കരിക്കലും അതേമാതിരി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ 100 വട്ടം വിളിച്ചാൽ വരില്ല. ഏത് നേരം നിസ്കരിച്ച് ഓതി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മണിക്കൂറോളം ഓളിരിക്കും. അങ്ങനെ ഞാൻ ഓളും കൂടി അങ്ങനെ ഇരുന്ന് വണ്ടിയിലാണ് പോണത് മക്കളെ. ഞാൻ ചോദിച്ചു വേറെ പുള്ളിത്തട്ടത് എന്താ മോളെ ഈ തട്ടിട്ടിക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ഇതിലായിട്ട് ഓളെ ഇഷ്ടം പോലെ അല്ലേ. അപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഞാനത് എത്രയോ കാലങ്ങളായിട്ട് ഓള് ഒഴിവാക്കി വെച്ചൊരു ഷോളാണ് മക്കളെ ഓൾ ഇന്ന് ഇട്ടിക്കണത്. അത് മതി. എന്തിനാണ് ആര് കാണാൻ, ഇതൊക്കെ മതി ഉമ്മ. എന്താ എൻ്റെ മക്കളെ, എൻ്റെ മോക്കില്ലാത്ത ഡ്രസ്സിൽ അതുപോലെ ഇഷ്ടം പോലെ ഡ്രസ്സിൻ്റെ മോക്കുണ്ട്. പക്ഷേ എൻ്റെ മോളിട്ട ഡ്രസ്സ് ഇതൊക്കെയാണ് മോളെക്കാളും കുളൂസിലാണ് ഞാൻ വന്നിക്കണത്. പർദ്ദ ഇട്ട നല്ല കുളൂസിൽ. പക്ഷേ എൻ്റെ മോള് പറഞ്ഞു അത് മതി, മകൾ മിണ്ടാതിരിക്കും, ഡോക്ടർ ഒന്ന് കാണിക്കാൻ പോന്നാൽ മതി. അപ്പോൾ ഞാൻ ഓളിട്ട ഷോളിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തിനാണ് മോളെ ഇത് ഇട്ടിക്കണത്, എത്രമാർക്ക് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് നല്ലൊരു ചുരിദാർ ഇട്ടാൽ പോരെ, നല്ലൊരു മിടി ഇട്ടാൽ പോരെ, അല്ല നല്ലൊരു ഉടുപ്പിട്ടാൽ പോരെ എന്നൊക്കെ കുറേ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ മിണ്ടാകുന്നല്ലോ ഓട്ടോറിക്ഷക്കാരൻ കേൾക്കും. നമ്മൾ ഓട്ടോറിക്ഷക്കാരൻ വയസ്സായതാണ്, മൂപ്പര് കേൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണം. അപ്പം മൂപ്പര് വയസ്സൊന്നുമല്ല, നല്ല ചെവിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വയസ്സായത് നല്ല ചെവിയാണല്ലോ. വയസ്സായത് നോക്കണ്ട, എനിക്ക് നല്ല ചെവി ഇല്ലെങ്കിൽ എങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക, അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഹോണടിയൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ ചെവി ഇല്ലാതാകുന്ന ചെവി കേൾവിയൊക്കെ പറഞ്ഞാലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കൽ നിർത്തണം എന്നൊക്കെ ഡ്രൈവറും പറഞ്ഞു. അങ്ങനെ ഡ്രൈവറോട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ നമ്മളങ്ങനെ പോവുക തന്നെയാണ്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു എന്നോട്,
ഇമ്മ പോണം നമുക്ക് തിരിച്ചു പോയാലോ പുരയിലേക്ക് തന്നെ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ മോളെ എന്തിനാണ് അമ്മ മതി ഇമ്മ കുറേ കാലമായില്ലേ ടെസ്റ്റും കാണിക്കലും എക്സ്റേ എടുക്കലും സ്കാനിങ് ചെയ്യലും ഇതൊക്കെ ആയിട്ട് കുറേ കാലം ഇനി നമുക്ക് നിർത്താം എന്ത് ടെസ്റ്റ് എനിക്കൊരു ടെസ്റ്റും വേണ്ട നമുക്ക് പോവാം. ഞാൻ എന്ത് കണ്ടിട്ടേക്ക് മിണ്ടാതെ അവിടെ കുത്തിരിക്കാൻ നോക്കുന്നതാണ്. അപ്പം ഞാൻ പോള് പറഞ്ഞ് വെറുതെ മിണ്ടാന്നോളി ഇമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് മിണ്ടാന്ന് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല മോളെ നമുക്കിത് ചെയ്യേണ്ടേ ചെയ്ത് നമുക്കൊരു സമാധാനം ഒന്നുമില്ല. ഇമ്മൻ്റെ കാലം കഴിഞ്ഞാൽ എന്നെ പൊന്നുപോലെ എൻ്റെ മക്കൾ നോക്കണമെങ്കിൽ എൻ്റെ എല്ലാ ചികിത്സ അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. മക്കളെ ആ ഓട്ടോറിക്ഷക്കാരൻ്റെ പൈസ കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പറയുന്നത് പോണ്ടാന്ന് തന്നെ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി അവിടെ പൈസ അടച്ച്. അപ്പോൾ നമുക്കിവിടെ പൈസ എടുക്കുക 500 അടയ്ക്കേണ്ടടുത്ത് നമുക്ക് 250 ഉറുപ്പ്യ അടച്ചാൽ മതിട്ടോ മക്കളെ. അങ്ങനെ 500 ഉറുപ്പ്യ അടയ്ക്കേണ്ടടുത്ത് 250 ഉറുപ്പ്യ അടച്ച് അങ്ങനെ നമ്മളവിടെ ഇരിക്കുകയാണ്. വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർക്ക് 250 അടച്ചാൽ മതി. ഞാൻ 250 അടിച്ച് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വിളിച്ച് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ കാണിച്ച് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ അല്ല എന്തോ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും കുറേ കഴിഞ്ഞിട്ട് കാണില്ല. ഞാൻ കുറേ അവിടെ ഇരുന്ന് കുറേ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ഒന്നും വന്ന് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ പോയി ചോദിച്ചു എന്താ എൻ്റെ മോളത് എന്തായി മോള് വന്നില്ല ഇപ്പം വരും ഇപ്പം കയ്യും എന്നിങ്ങനെ പറയാമെന്നല്ലാതെ ഒരിപ്പം കയ്യലും ഞാൻ കാണില്ല. ഞാനൊരു മണിക്കൂറിലേറെ ഞാൻ അവിടെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കൊയങ്ങി. ഞാൻ മക്കളൊരു തുള്ളി വെള്ളം കുടിക്കാനും കൂടി പോയിട്ടില്ല. വെള്ളം കുടിക്കണം വിചാരിച്ച് രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ഒരു കട്ടൻ ചായ വലിച്ച് കുടിച്ചിട്ട് നടത്താണ് മക്കളെ. ഇപ്പം സമയം 1 മണി ആവാനായി. മോൾക്ക് ചായ കൊടുത്തപ്പോഴും എനിക്ക് കുടിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോഴും ഞാനിങ്ങനെ ഇരിക്കും എൻ്റെ മോളെയും കാത്ത് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മോൾ അതിൻ്റെ ഉള്ളിലുമാണ് ഇരുന്ന് മൂലക്കലിരുന്ന് വയ്യാതെ അയക്കുന്നു മക്കളെ എനിക്ക്. അപ്പോൾ ഞാൻ വെച്ചൊരു ഗ്ലാസ് വെള്ളം ഇട്ട് കുടിക്കട്ടെ അവിടെ എടുത്ത് വെച്ചിങ്ങനെ വെള്ളം എടുത്ത് കുടിക്കട്ടെ. പിന്നെ എനിക്ക് തോന്നി മതി ക്ലാസ് ഉണ്ട് നമ്മളെ മറ്റേ കടലാസിൻ്റെ ഗ്ലാസ്സൊക്കെ അവിടെ ഉണ്ട് മക്കളെ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. അതിന് എണീച്ച് പോകുമ്പോൾ എനിക്ക് തോന്നും പഠിച്ചോനെ ഞാൻ എണീച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ മോള് വിളിച്ചു പോവുമോ എന്നുള്ളൊരു പേടിക്ക് ഞാൻ പിന്നെ അവിടെ ഇരിക്കുക വേണോ വേണ്ട എന്നുള്ള തീരുമാനത്തിലിരുന്ന് അങ്ങനെ കുറേ ഇരുന്ന് പിന്നെ ഇത് അവിടെ തന്നെ അതിൻ്റെ വാതുക്കൽ പിന്നെയും കാത്തുക തന്നെയാണ്. അങ്ങനെ നിൽക്കുക മക്കളെ നിന്ന് ഞാൻ കൊയങ്ങി. എത്രയോ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോട് ചോദിക്കുമ്പോൾ ഒരു പറഞ്ഞ് നമ്മൾ ആയാൽ കഴിഞ്ഞാൽ ഓർക്ക് വെറുപ്പിക്കലായി തോന്നി എന്നെ. അപ്പോൾ ഒരു പറഞ്ഞ് ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പറയൂ കേട്ടോ അമ്മ നിങ്ങൾ ഇങ്ങനെ അവിടെ ചോദിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എണീച്ചു ആയോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു പറഞ്ഞില്ല ആയാലും നിങ്ങളോട് പറയട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടാമത് ഡോക്ടറെ അടുത്തേക്ക് ഒന്നും കൂടി പോകാൻ. ആയിക്കോട്ടെ ഡോക്ടറെ അടുത്തേക്ക് പോകാമല്ലോ ഇത് കഴിഞ്ഞിട്ടല്ലേ അവിടേക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അത് കഴിയാതെ നിങ്ങൾ പോയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു തമാശ പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് മാത്രമല്ല മക്കളെ എൻ്റെ ഒരു കുട്ടിയുണ്ട് അത് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് വണ്ടിക്കാരൻ അവിടെ റോട്ടുമേൽ ഇറക്കിയിടൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേഗം കഴിച്ചിലാവും വേണം. വണ്ടിക്കാരൻ പെട്ടെന്ന് ഇറക്കി വിട്ടുവിട്ട് അതും കുടുങ്ങി ആ ഒരു ബേജാറും ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഒരു ഇല്ല അപ്പം കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പറഞ്ഞ് സമയം ആയിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ മുന്നിലൊരാളുണ്ടായിന് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ മോളിപ്പം കയറ്റിയിട്ടേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റും കാര്യങ്ങളും കഴിയാതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം മോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോന്നിക്കണ്. അങ്ങനെയൊക്കെയാണ് മക്കളെ. അപ്പം വാതിലൊക്കെ തുറന്ന് എൻ്റെ മോള് പോന്ന്. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടെ പോയി. മോള് ക്ഷീണിച്ച് എന്തോ ഒരു ക്ഷീണം ഒരു കഴിഞ്ഞ് വന്നതിന് ശേഷം മുഖത്തിനും കയ്യും കാലും ഒക്കെ ഒരു കരിവാളിച്ച നിറം മക്കളെ നിറം പോയ മാതിരി തോന്നുന്ന മുഖം കണ്ടിട്ട് ഒരു ക്ഷീണം പിടിച്ച മാതിരി മുഖത്തിനൊക്കെ എന്തോ ഒരു കറുപ്പടിച്ചൊരു കളർ നല്ല വെളുത്തിട്ടുള്ള ആളാണ് പക്ഷെ ഒരു കറുപ്പടിച്ച കളർ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി മോളെ അങ്ങനെ ഓള് പറഞ്ഞത് ജ്യൂസ് വേണോ ചോദിച്ചപ്പോൾ ജ്യൂസ് വേണ്ട എനിക്ക് ഉപ്പും പുളിയും എല്ലാം കൂടി ഉള്ളതാണ് വേണ്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ലൈമ് കുടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ലൈമ് മതി എന്ന് പറഞ്ഞു. ലൈമും ഞാൻ എന്താക്കിയെന്ന് ഒരു സമൂസയും ഒരു കട്ട്ലേറ്റും വാങ്ങി. അപ്പോൾ ഓള് പറഞ്ഞ സമൂസയും കട്ട്ലേറ്റും ഒന്നും വേണ്ട എനിക്ക് ലൈമ് മാത്രം മതി എന്ന് പറഞ്ഞു. അതിന് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ ഫാലൂദ അത് ഇത് അങ്ങനത്തെ ഒക്കെ തിന്നണതാണ്. ഓള് പറഞ്ഞു എനിക്കൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ കണ്ടില്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും തിന്നോന്ന് പറഞ്ഞിട്ട് പൂള് പറഞ്ഞു വേണ്ട എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ലൈമിനൊക്കെ ഓർഡർ ചെയ്ത് കാത്തിരിക്കുക. അപ്പോഴത്തേക്ക് അതാ ഫോണിൽ തോണ്ടി കളിക്കുന്ന മക്കളെ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിന് ഞാൻ പറഞ്ഞു മോളെ ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ 1-2 സംഗതികളൊക്കെ കാണിച്ചു കൊടുത്തു. അതിലൊന്നും നോക്കണം ജോളാണ് മൊബൈലിലേക്ക് നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് പറയാനാ മക്കളൊക്കെ ഒരു മനസ്സമാധാനക്കേടാണ് എൻ്റെ മോക്ക്. എന്തെല്ലോ പ്രയാസങ്ങളാണ് എന്തും പറയണില്ല വിഷമങ്ങൾ മനസ്സിലുണ്ട് സങ്കടങ്ങളുണ്ട് എന്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ട് മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മോളെ ഞാൻ നിങ്ങളെടുത്തോളി നിങ്ങൾ വീഡിയോ എടുക്കണേ നിങ്ങളെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളി അതിന് എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഒരു മുട്ടായി കൊണ്ടുപോയി തന്ന്. കാരണം ചില്ലറ ബാക്കി ഉണ്ടായ ഒരു മുട്ടായി വരും. ആ മുട്ടായി തന്നപ്പോൾ ഞാൻ ആ മുട്ടായി അവളെ കയ്യിൽ കൊടുത്തതൊന്ന് പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് കൈക്ക് ബലക്കുറവാണ് മക്കളെ. കൈക്ക് ബലമില്ല. നല്ല ബലം കിട്ടാൻ വേണ്ടി ഞാൻ പൊടിയൊക്കെ കുഴപ്പിക്കും. അപ്പോൾ എന്താ പേട എന്തോ പോലത്തെ ഒരു മരുന്ന് ഇതുണ്ടല്ലോ മുട്ടായി ഉണ്ടല്ലോ
അത് ഓളെ കയ്യിൽ കൊടുത്തിട്ടൊന്ന് പൊട്ടിക്കെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അത് പിടിച്ച് അമർത്താൻ നല്ലത് എൻ്റെ മൂക്ക് പൊട്ടിക്കാൻ കയ്യിൽ കൈ ഇങ്ങനെ വിറയ്ക്കും. ഞാൻ പറഞ്ഞ പൊട്ടിക്കുന്ന 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പുറമുള്ളവരും കേൾക്കാനും പറ്റൂലല്ലോ, അതൊരു മോശമല്ലേ. അപ്പോൾ അത് പിടിച്ചിട്ട് അമർത്താൻ നല്ലത് ഓക്കത് പൊട്ടണില്ല. അവസാന കാലം ഞാനതും കൊണ്ട് വാങ്ങി അത് ഞാൻ പൊട്ടിച്ച് കൊടുത്തുന്ന ഒന്ന് തമർത്താനുള്ളൂ മക്കൾ, അതിൻ്റെ മൂക്ക് കഴിയുന്നില്ല. അങ്ങനെ ഞാൻ ആ കഷ്ണം ഞാനെടുത്ത് ബാക്കി അവളോട് പറഞ്ഞ് ഈ തിന്നെന്ന് പറഞ്ഞ് ഓക്ക് കൊടുത്തിക്കണ്. പൊട്ടിക്കാൻ പറഞ്ഞാൽ പൊട്ടിക്കൊന്നുമില്ല, അവൾക്ക് അതിനുള്ള ശക്തിയില്ല. കൈ ഇങ്ങനെ വിറച്ചും കൊണ്ട് ഏത് നേരം കൈ വിറച്ചും കൊണ്ട് എൻ്റെ പൈതലിൻ്റെ പഠിച്ചവനെ എൻ്റെ മോളെ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ സമൂസ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ തിന്ന് നോക്കുന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഓക്ക് മുറിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ എന്താക്കി ഞാൻ മുറിച്ചോളെ കയ്യിൽ കൊടുത്ത് തിന്ന് നോക്കുന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ട് സമൂസ. വെറുതെ പറഞ്ഞു വിട്ടെന്നെ തിന്നട്ടെ വിചാരിച്ചിട്ട് പറയാം, എന്തെങ്കിലും ഒന്ന് തിന്നണ്ടേ അതിന് പറഞ്ഞതാണ്. ഞാൻ കട്ട്ലേറ്റ് നല്ല രസമുണ്ട്, ഒരു കട്ട്ലേറ്റ് ഒരു സമൂസ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ മക്കളെ. ഞാൻ പറയാം തിന്നോക്ക് രസമുണ്ടെന്ന് പറഞ്ഞ്. അതല്ല ആദ്യത്തെ എന്നെ മുറിച്ച് കൈമ പിടിച്ചിരിക്കുക. അങ്ങനെ മുറിച്ച് തിന്നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുത്തിനപ്പോൾ ലൈമ് കൊണ്ടുവന്ന് ലൈമിൽ ഐസൊക്കെ ഇട്ടിട്ട് ഐസിൻ്റെ കട്ടൊക്കെ ഇട്ടിട്ട് അത് കിട്ടിയ പാട് വേഗം വലിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം തോന്നി. അങ്ങനെ സമൂസ ഇതൊക്കെ അങ്ങോട്ട് നീക്കി വെച്ച് ആ ലൈമിൻ്റെ മോള് കുടിക്കുകയാണ് മക്കളെ. വിഷമം തോന്നുകയും ചെയ്യുക മക്കളെ. എങ്ങനെ തിന്നും കുടിച്ച് നടക്കുന്ന പ്രായമാണ്. ഓൽക്കൊക്കെ ഓലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും ചെയ്യാനൊക്കെ കാരണം സങ്കടമാണ് മക്കൾ. അങ്ങനെ അതൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ മോളും കൂടി നേരെ പുറത്തേക്ക് പോരുകയാണ് മക്കളെ. മിംസിൻ്റെ നേരെ മുൻവശമാണ് കേട്ടോ അത്. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി ഇങ്ങനെ നടന്ന് പോരുകയാണ്. അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പത്തിന് അവിടെ ഒരു ഓട്ടോറിക്ഷ കണ്ട്. അപ്പം നമ്മൾ ആ ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ കയറി ഞാനും എൻ്റെ മോളും കൂടി പോരുകയാണ് മക്കളെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ലുലുവിൽ ഇറങ്ങാമെന്ന് കുറേ പറഞ്ഞു. എനിക്ക് ലുലുവിൽ നിന്ന് ഇറങ്ങേണ്ട, എനിക്ക് നേരെ വീട്ടിൽ പോയാൽ മതി, എനിക്ക് വീട്ടിൽ പോയിട്ട് കിടക്കണം. ഞാൻ പറഞ്ഞു ആ മോളെ ഇവിടെ കയറാൻ നമുക്ക് 1-2 സാധനം വാങ്ങാണ്ട് അത് വാങ്ങാണ്ട് ഇത് വാങ്ങാണ്ട് കുറേ ഞാൻ പറഞ്ഞു, ഒരക്ഷരം കേട്ടില്ല. എനിക്ക് വീട്ടിൽ പോകണം, അമ്മ വന്നിട്ട് പിന്നെ പൊയ്ക്കോ, എന്നെ അവിടെ ആക്കി തന്നിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ പറയണ മക്കളെ, ഒരു സങ്കടത്തിലും ഒരു കരച്ചിലോട് കൂടെ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ മക്കളെ, മറക്കല്ലേ.